സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെയുള്ള ഒരു പാലസാണ് ആ 150 മുറികളുള്ള ഒരു പാലസ്. അപ്പോൾ സെക്യൂരിറ്റിയെ മറികടന്ന് എങ്ങനെയാണ് അവിടെ ഒരു മോഷണം നടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിക്രമിച്ച് കടന്നുള്ള മോഷണമല്ല എന്നുള്ളത് വ്യക്തമല്ലേ ഹരി? തീർച്ചയായിട്ടും വരണം. അതിക്രമിച്ച് കടന്നിട്ടുള്ള മോഷണമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒന്നും പൊളിച്ചോ പൂട്ടുപൊളിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു കാണാൻ പറ്റുന്ന രീതിയിൽ മോഷണം നടന്നു എന്ന് അറിയിക്കത്തക്ക രീതിയിലുള്ള മോഷണമൊന്നുമല്ല അവിടെ നടന്നത്. കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയ ഒരു കൃത്യം ആണ് അതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിൽ പരാതിപ്പെടുമായിരുന്നു. മാത്രമല്ല അതിൽ സ്വർണം മിസ്പ്ലേസ് ആവുകയോ അല്ലെങ്കിൽ ആഭരണം മിസ്പ്ലേസ് ആവുകയോ മറ്റോ ചെയ്തു എന്നുള്ള സംശയം അതിനകത്ത് ഉണ്ടാവുമായിരുന്നില്ല. മോഷണം പോയി എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യാമായിരുന്നു. കാരണം ഈ ഇരുമ്പലമാര അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. അതായത് ഗൗരി ലക്ഷ്മിബായി ഈ ആഭരണം നോക്കാൻ നേരത്ത് ഈ അലമാര അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ എങ്ങനെയാണോ അതൊക്കെ സൂക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ അലമാര അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ തുറന്നു കഴിഞ്ഞ ശേഷം നോക്കുമ്പോഴായിരുന്നു ഈ ആഭരണങ്ങളുടെ കാര്യത്തിൽ സംശയം വന്നത്. പിന്നീട് യാത്ര മുടങ്ങണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് യാത്രയ്ക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരുമ്പോഴാണ് ഈ ആഭരണം ഇന്ന് തിരിച്ചു വെച്ചിട്ടില്ല എന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ തിരിച്ച് അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പരാതി നൽകുന്നത്. അപ്പോൾ ആ സ്വർണം അല്ലെങ്കിൽ ഈ ആഭരണം പോയി എന്നുള്ളത് മാത്രമല്ല, ഈ അലമാര പോലും കൃത്യമായി തുറന്ന് തിരികെ അടച്ച് അത് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ അത് അവിടെ വെച്ചിട്ട് പോവുകയാണ് അവർ ചെയ്തത് എന്നുള്ളതാണ്. ആരാണോ കൊള്ളയടിച്ചത് അവർ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഇനിയിപ്പോൾ അത് ഏത് സമയത്താണ് ഇത് മോഷണം പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വല്ലപ്പോഴും മാത്രമാണ് അലമാര തുറന്ന് ഈ ആഭരണങ്ങൾ കൊട്ടാരത്തിലുള്ളവർ പരിശോധിക്കാറുള്ളത്. കാരണം അത് ഗൗരി ലക്ഷ്മിബായി നേരിട്ടാണ് അത് പരിശോധിക്കാറുള്ളതും. അപ്പോൾ അവരങ്ങനെ നോക്കിയത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ ആഭരണങ്ങൾ പരിശോധിച്ചത് എന്നുള്ളത് കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇതെപ്പോഴും എടുക്കുന്ന ആഭരണങ്ങളൊന്നുമല്ല. അതിൽ രത്നങ്ങളുണ്ട്, പവിഴമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഈ കല്ലുകൾ, മൂല്യമേറിയ കല്ലുകളുള്ള പതിപ്പിച്ച ആഭരണങ്ങൾ കൂടിയാണ്. അപ്പോൾ അത് എപ്പോഴും അണിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതെടുത്ത് പുറത്തെടുക്കേണ്ടതിൻ്റെയോ ആവശ്യകതയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എത്ര നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അത് തുറന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ വ്യക്തത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് വലയ്ക്കുന്നത്. കേരളത്തിന് ഈ കൊട്ടാരത്തിന് പുറത്തുനിന്ന് വന്ന ഒരു സംഘമാണെങ്കിൽ ആ സംഘം എന്തൊക്കെയാണ് മോഷണം പോയിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ചും പവിഴവും മുത്തും കലർന്ന ചെയിൻ അരപ്പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പിച്ചിപ്പ് മുട്ട് ഒരു ഡിസൈൻ പാദസ്വരം 3 പവനാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഒരു സ്വർണ്ണക്കുഴി മിന്നുമാല 5 പവൻ വരുന്ന സ്വർണ്ണക്കുഴി മിന്നുമാല മോഷണം പോയിട്ടുണ്ട്. വീതി കുറഞ്ഞ 2 സ്വർണ്ണ പിരിവള പോയിട്ടുണ്ട്. 3 പവൻ സ്വർണം വരുന്നത്. വീതി കുറഞ്ഞ പിന്നെ ചുവപ്പ് കല്ല് പതിച്ച 2 കമ്മലും പതക്കവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടവയെ വീതിയുള്ള ഇല ഡിസൈനിലുള്ള 2 വളകൾ, ഇലയുടെ ഡിസൈനിലുള്ള 2 വളകൾ, 4 പവൻ ഭാരം വരുന്ന തൂക്കം വരുന്ന വീതിയുള്ള ഇല ഡിസൈനിൽപ്പെട്ട 2 വളകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിച്ചിപ്പൂ മുട്ട് ഡിസൈൻ പാദസ്വരം 3 പവനോളം വരുന്ന പാദസ്വരം, പിച്ചിപ്പൂ മുട്ട് ഡിസൈൻ പാദസ്വരം 3 പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓറഞ്ച് പവിഴവും മുത്തും കലർന്ന ഒരു ചെയിൻ, അരപ്പവൻ തൂക്കം വരുന്ന ഓറഞ്ച് പവിഴവും മുത്തും കലർന്ന ചെയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അരപ്പവൻ. വീതിയുള്ള ഇല ഡിസൈനിൽ 2 വളകൾ, പതക്കം, മാട്ടി, കുതിരപ്പവൻ നാണയങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പതക്കം, മാട്ടി, കുതിരപ്പവൻ നാണയങ്ങൾ, പിന്നെ വീതി കുറഞ്ഞ 2 സ്വർണ്ണ പിരിവള, വീതി കുറഞ്ഞ 2 സ്വർണ്ണ പിരിവള, 3 പവൻ തൂക്കം വരുന്ന വീതി കുറഞ്ഞ 2 സ്വർണ്ണ പിരിവളയും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രേക്ഷകർക്ക് കാണാം. ഓറഞ്ചും പവിഴവും മുത്തും കലർന്ന ചെയിൻ അരപ്പവൻ, ഒപ്പം ഒരു പാദസ്വരം, പിച്ചിപ്പൂ മുട്ട് ഡിസൈനിലുള്ള ഒരു പാദസ്വരം 3 പവൻ ഭാരം, വീതിയുള്ള ഇല ഡിസൈനിലുള്ള 2 വളകൾ, 4 പവൻ തൂക്കം, പതക്കം, മാട്ടി, കുതിരപ്പവൻ നാണയങ്ങൾ, വീതി കുറഞ്ഞ 2 സ്വർണ്ണപ്പിരിവള 3 പവൻ, ഇതടക്കം കുതിരപ്പവൻ നാണയങ്ങളടക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മൊത്തം 2 കോടി രൂപയിൽ അധികം വില വരുന്ന രത്നം പതിച്ച സ്വർണ്ണാഭരണങ്ങൾ അടക്കമാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ആ സെക്യൂരിറ്റി മറികടന്നാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. നവംബർ മാസത്തിലാണ് മോഷണം നടന്നത്. അന്ന് ബാംഗ്ലൂരിലേക്ക്
പോകുന്ന സമയത്താണ് മോഷണം നടന്നത്. ഈ വിവരം രഹസ്യമായി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇപ്പോഴും ആരാണ് മോഷ്ടിച്ചത് എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചുവപ്പ് കല്ല് പതിച്ച 2 കമ്മൽ, പതക്കം 2.5 പവനോളം വരുന്നു. ഇങ്ങനെ ഓരോ സാധനങ്ങളുടെയും ഡീറ്റെയിൽസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസത്തിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. 4 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും ഈ മോഷണം ആര് നടത്തി എന്നുള്ളതിനെ കുറിച്ച് ഒരു തുമ്പും ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നഗരമധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവടിയാർ രാജകൊട്ടാരത്തിനുള്ളിലെ മുറിയിലെ ഇരുമ്പ് അലമാരയിൽ ഉള്ളിൽ നിന്നാണ് 4 മാസങ്ങൾക്ക് മുമ്പ് 2 കോടി രൂപയിലധികം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായിരിക്കുന്നത്.